പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ വന്ദനത്തെ ചൊല്ലുന്നു. സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ട് തന്നെ ഞാൻ മുഖവരകൾക്കെല്ലാം വിരാമം കുറിച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എൻ്റെ ഒത്തിരി സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്, ആത്മീക പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് കഴിഞ്ഞ 2 ദിനരാത്രങ്ങളും ഇന്ന് വൈകിട്ടും ലഭിക്കപ്പെട്ട ഈ ഒരു കൂട്ടായ്മ ഞാൻ വലിയൊരു ഭാഗ്യ പദവിയായി കരുതി നിറഞ്ഞ മനസ്സോടെ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. എനിക്ക് ഈ കൂട്ടായ്മ നിങ്ങളുമായിട്ട് ഒരുമിച്ചായിരുന്നത് അനുഗ്രഹമായിരുന്നു. ഒരുമിച്ച് ദൈവിക അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ കർത്താവ് അവസരം തന്നു. അതൊരു പ്രിവിലേജായി ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് കർത്തുദാസിനോടും ദൈവസഭയോടും ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഉദാഹരണമൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ്. വിഷയം തീർന്നില്ല. ഇന്ന് രാത്രി പറയേണ്ട ഞാൻ ഈ രാത്രി കൊണ്ട് എന്തായാലും നിർത്തും. കാരണം ഇന്ന് രാത്രിയോടെ ഉള്ളതുകൊണ്ട് ഉറപ്പായും ആ വിഷയം നിർത്തും. നമുക്ക് ഒരുമിച്ച് വരാം. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 16-ാമത്തെ വാക്യം. കർത്താവിന്റെ മനസ്സറിഞ്ഞവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. പ്രിയരെ, നമ്മൾ കഴിഞ്ഞ 3-4 സെഷനായി കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചൊരു വിഷയമുണ്ട്, ആരാണ് ആത്മീകൻ. അതിൽ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനാണ് ആത്മീകൻ. 2-ാമതായി നമ്മൾ ചിന്തിച്ചു ക്രിസ്തുവിൽ വളരുന്ന മനുഷ്യനാണ് ആത്മീകൻ. 3-ാമതായി നമ്മൾ ചിന്തിച്ചു ദൈവ ശബ്ദം കേൾക്കുന്ന മനുഷ്യനാണ് ആത്മീകൻ. 4-ാമതായി ഒരു ഭാഗം ഒറ്റ വാക്കിൽ പറഞ്ഞങ്ങ് നിർത്തുന്നു, വിവേചിക്കുന്നവനാണ് ആത്മീകൻ. വിവേചിക്കുന്നവൻ. അവിടെ 14-ാമത്തെ വാക്യം പറയുന്നുണ്ട്, 15-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു. ആത്മീകൻ വിവേചിക്കുന്നവനാണ്. എന്തിനെ വിവേചിക്കും? ആത്മീകൻ ആത്മീകമായത് ചിന്തിക്കുന്നത് കൊണ്ട് അവൻ തിരിച്ചറിയുന്ന 1-ാമത്തെ ഘടകം ദൈവത്തിൽ നിന്നുള്ളത് തനിക്ക് തിരിച്ചറിയാൻ കഴിയും. 2, ആത്മീകനാണെങ്കിലും ജീവിക്കുന്നത് ഈ ഭൂമിയിലായതുകൊണ്ട് ഈ ലോകത്തുള്ളത് തിരിച്ചറിയാൻ അവന് കഴിയും. തിരിച്ചറിയുക മാത്രമല്ല, ലോകത്തിൽ ഉള്ളതിനെ ജയിക്കാൻ തൻ്റെ അകത്തുള്ള ആത്മബലത്താൽ കഴിയും. 3-ാമത്, ഒരാത്മീകൻ ആയതുകൊണ്ട് തന്നെ ആത്മാവിന് വിരോധമായി ഈ ഭൂമിയിൽ ചലിക്കുന്ന ഈ ലോകത്തിന്റെ ആത്മാവിനെ, പൈശാചിക ആത്മാവിനെ തിരിച്ചറിയുകയും അതിന്മേൽ അധികാരമുള്ളവനാണ് ആത്മീകൻ. അത്രയും പറഞ്ഞ് ആ ഭാഗം ഞാൻ നിർത്തുന്നു. 16-ാമത്തെ വാക്യം ആത്മീകന്റെ 5-ാമത്തെ പ്രത്യേകതയിലൊക്കെ വരുന്നത്, ആത്മീകൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാണ്. ഈ ഭൂമിയിൽ ഏറ്റവും അറിയാൻ പാടുള്ളൊരു കാര്യമുണ്ട്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊരു കാര്യമുണ്ട്, ഹൃദയമാണ്. അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയത്തെ മനസ്സിലാക്കിയത് ഭയങ്കര പാടുള്ള കാര്യമാണ്. സ്വഭാവം തന്നെ നോക്കിക്കുകയും ജൊഹാരി വിൻഡോ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രപരമായ പഠനത്തിനകത്ത് ജൊഹാരി എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം മനുഷ്യ സ്വഭാവങ്ങളെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നു, മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഒരു 25% എനിക്കറിയാം, നിങ്ങൾക്കറിയത്തില്ല. ഈ 2.5 ദിവസം നിങ്ങൾ എന്നെ കണ്ടാലും എൻ്റെ സ്വഭാവത്തിന്റെ ഒരു 25% നിങ്ങളിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചിരിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യനും 25% എനിക്കറിയാം, നിങ്ങൾക്കറിയത്തില്ല. 2-ാം ഭാഗം നിങ്ങൾക്കറിയാം, എനിക്കറിയത്തില്ല. സെമിനാരികളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സീനിയർ സർമൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എന്ന് പറഞ്ഞ അവസാനം ഒരു മെസ്സേജ് പറയും. അന്ന് നിങ്ങളിരിക്കുന്ന പോലെ ദൂത് പ്രാപിക്കാൻ ഒന്നുമല്ല അന്നിരിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ ഒരു പേപ്പർ കാണും. ഇതിനകത്ത് ഇങ്ങനെ കുത്തിക്കുറിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞതിനകത്ത് ദൈവശാസ്ത്രപരമായി, കോണ്ടക്സ്ച്വലായി, ഹിസ്റ്റോറിക്കലായി എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെ കുത്തിക്കുറിക്കും. അതല്ലെങ്കിൽ ഒന്നും പറയാനില്ലെങ്കിലും ഫ്രണ്ടിൽ വന്ന് പറയും, ക്ലസ്റ്റർ ശരിയായില്ല, പോസ്റ്റർ ശരിയായില്ല എന്ന് പറഞ്ഞ കൈയുടെ ആംഗ്യം ശരിയായില്ല, ഐ കോണ്ടാക്ട് ശരിയായില്ല. എന്തെങ്കിലുമൊക്കെ പറയാനാണ് നമ്മളിൽ എല്ലാം എന്തുണ്ട്, ചൂണ്ടിക്കാണിക്കാൻ ചിലതൊക്കെ ഉണ്ട്. പക്ഷെ അതിനകത്തൊരു പോസിറ്റീവ് വശം ഞാൻ പറയാം. ഇത് നമുക്കൊരു ഭാഗത്ത് ഗുണമാണ്. കാരണം ചിലർ വളരെ പോസിറ്റീവായി നമ്മൾക്ക് പറഞ്ഞു തരുന്ന ചില കാര്യം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ടീച്ചബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ആ വ്യക്തിക്ക് അവിടെ തിരുത്തൽ പ്രാപിക്കാൻ കഴിയും. അപ്പം നിങ്ങൾക്കറിയാം, എനിക്കറിയത്തില്ല. 3-ാം ഭാഗം നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. സ്വഭാവത്തിന്റെ അടുത്ത് 25% നമുക്ക് 2 കൂട്ടർക്കും പൊതുവായിട്ട് അറിയുന്നൊരു സ്വഭാവം. 4-ാം ഭാഗം നിങ്ങൾക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിഗൂഢമായി കിടക്കുന്ന സ്വഭാവത്തിന്റെ ഒരു 25%. ശരിക്കും
ശരിക്കും പറഞ്ഞാൽ ഈ സ്വഭാവം 25% നമുക്കറിയില്ല അതെങ്ങനെയാണെന്ന്. അതുകൊണ്ട് ചിലരൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അയ്യോ ഇതിന്റെ മനസ്സിനകത്ത് ഈ സംഭവം കിടപ്പുണ്ടായിരുന്നു. ശരിയാ, പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. സാഹചര്യം വന്നപ്പോൾ അതെന്ത് ചെയ്താ പുറത്തു വന്നതാ. ഇത് വെച്ച് നോക്കി ജോഹാരി പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ 100%-ഇല്ല, ഒരു 50% അവൻ അറിയാൻ പറ്റും എന്ന് പറഞ്ഞ ഇവിടെയുള്ള എന്നെ പോലെയുള്ള ജീവനുള്ള തൊട്ടടുത്ത് വസിക്കുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നത് എത്രയുള്ളൂ? 50%. അപ്പൊ ഈ ഭൂമിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറ്റവും പ്രിയമെന്ന് കരുതുന്ന പലരെയും ഞാൻ 50% അറിയുന്നുള്ളെങ്കിൽ ഈ വാക്യം നമ്മെ അമ്പരപ്പിക്കുന്നുണ്ട്. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാണ്. ഇവിടുത്തെ ഒരു മനുഷ്യന്റെ മനസ്സ് എനിക്ക് 50% അറിയത്തുള്ളെങ്കിൽ എങ്ങനെ എനിക്ക് അത്യുന്നതനായ ദൈവത്തിന്റെ മനസ്സറിയാൻ കഴിയുന്നത്? ഭൂമിയെ ശൂന്യത്തിന് തൂക്കിയിട്ടിരിക്കുന്ന, ഭൂമിയുടെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന, ഈ ഭൂമിക്ക് മണൽത്തരി കൊണ്ട് അതിരിട്ടിരിക്കുന്ന, ഇവിടെയുള്ള സകലത്തിനും ആധാര ഘടകമായ അത്യുന്നതനെ, ആ അത്യുന്നതന്റെ മനസ്സ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? പക്ഷെ ഇതേ ഭാഗം തന്നെ അതിനുള്ള കാരണം പറയുന്നുണ്ട്. 10-ാമത്തെ വാക്യം, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് എന്റെ ഏറ്റവും അടുത്ത വ്യക്തിത്വത്തെ പോലും എനിക്കൊരു പരിധിയെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് എന്റെ ദൈവത്തിന്റെ മനസ്സറിയാൻ കഴിയും. ദൈവത്തിന്റെ മനസ്സറിയാൻ കഴിയും. എങ്ങനെ കഴിയും? എന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് റിവീൽ ചെയ്തു പോകുന്ന ദൈവത്തിന്റെ മനസ്സ് എനിക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്നുള്ളത് അവന്റെ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ആ മനസ്സിനൊപ്പം നടക്കാൻ കഴിയുമെന്ന്. ദൈവത്തിന്റെ മനസ്സറിയാൻ കഴിയുന്നത് ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ഭാഗ്യമെങ്കിൽ ഇവിടെ നമുക്ക് എന്തുണ്ട് എന്നതല്ല വിഷയം, ഇവിടെ നമുക്ക് എന്തില്ല എന്നതല്ല വിഷയം. പക്ഷെ ഇവിടെ നമുക്ക് ദൈവത്തിന്റെ മനസ്സറിയാൻ കഴിയുന്നോ എന്നതാണ് വിഷയം. ദൈവഹിതത്തിന് ചലിക്കാൻ കഴിയുന്നോ എന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ പറയുന്നൊരു ഭാഗമുണ്ട്, നമ്മൾ നമുക്കോ ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പം നിങ്ങൾ ഈ ഞാൻ ആദ്യം മുതൽ പറഞ്ഞ ആർഗ്യുമെന്റുകളിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ശരിക്കും അന്ന് ഇവർ തമ്മിൽ വിഭജിച്ച് കിടക്കുന്നു, തത്വജ്ഞാനങ്ങളുടെ പുറകിന് പോകുന്നു. ഇങ്ങനെ ജനം വല്ലാതെ വിഭജിക്കപ്പെട്ട് കിടന്നപ്പം അവിടെ പൗലോസ് അവരോട് പറയുന്നൊരു ഭാഗമുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ശരിക്കും കോണ്ടക്സ്റ്റ് നടത്തി മാറ്റി വ്യാഖ്യാനിച്ച മറ്റൊരു വാക്യമാണ് ഈ ഒരു വാക്യം. ഈ വാക്യത്തിന്റെ ബ്യൂട്ടി മനസ്സിലാകണമെങ്കിൽ ഇതിന്റെ നട്ടലോടുകൂടെ നമുക്ക് കിട്ടണമെന്നുണ്ട്. അതിന്റെ മുമ്പിലത്തെ വാക്യവും അതിന്റെ പിമ്പിലത്തെ വാക്യം കൂടെ നമ്മളൊന്ന് വായിക്കണം. അതിന്റെ മുമ്പിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഈ ദൈവം ലോകസൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്ര മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന വെളിപ്പാട്, രക്ഷയിക വെളിപ്പാട് ഇവിടുത്തെ പ്രഭുക്കന്മാർക്കും ജാതികൾക്കും എല്ലാവർക്കും മറച്ചിട്ടിരുന്നു. എന്നാൽ അതിന്റെ നടുവിൽ ഗുണം ലഭിച്ചവർ ഞാനും നിങ്ങളും. ഇവിടെയുള്ള വൈജ്ഞാനിക സമൂഹം ഉപേക്ഷിച്ചു കളഞ്ഞു. ഇവിടെയുള്ള വിജ്ഞാനപ്രദനായ മനുഷ്യർ അതിനെ തള്ളിക്കളഞ്ഞു. ഇവിടെയുള്ള മതകോമരങ്ങൾ അവരെ ഉപേക്ഷിച്ചു കളഞ്ഞു. എന്നാൽ അതിന്റെ നടുവിൽ നമുക്കൊരു ഗുണം കിട്ടി, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം തരുവാനിടയായി. ഇവിടെ ഉന്നതന്മാർക്ക് മറച്ചു വെച്ചിരുന്നത് ആത്മാവിനാൽ വെളിപ്പെടുത്തി കിട്ടിയപ്പോൾ ഹൃദയം തുറന്ന ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് അപ്പാ പിതാവേ എന്ന് വിളിച്ചപ്പോൾ എന്റെ പാപത്തിന്റെ ആ പങ്കപ്പാടികളെ അവൻ നീക്കി പാപത്തിന്റെ ഭാണ്ഡം താൻ വഹിച്ച് എനിക്ക് പകരക്കാരനായി അവിടുന്ന് മരിച്ചതുകൊണ്ട് എനിക്ക് ലഭിക്കപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ എനിക്ക് ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് പകൽ സ്തോത്രം പറയാൻ അകം നിറഞ്ഞൊരു കാരണമുണ്ടെങ്കിൽ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നതിനേക്കാൾ സ്തോത്രം പറയാൻ മറ്റൊരു കാരണമില്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ അകം നിറഞ്ഞ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറയണം, എനിക്ക് ലഭിച്ച ദൈവിക രക്ഷയ്ക്ക് നന്ദി. ഈ ഭാഗത്ത് പറയുന്ന ഈ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, എന്റെ പ്രിയരെ, ഈ ഭൂമി നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല. ഈ ഭൂമി നമുക്ക് കിട്ടുന്നത് മുഴുവൻ ആരെങ്കിലുമൊക്കെ കണ്ടതാണ്, ആരെങ്കിലുമൊക്കെ കേട്ടതാണ്, ആരെങ്കിലുമൊക്കെ തൊട്ടതാണ്, അറിഞ്ഞതാണ്. അതിനപ്പുറത്ത് ഒരു നന്മയും ഈ ഭൂമി നമുക്ക് കിട്ടാനില്ല.
പക്ഷേ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതെന്ന് പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നമുക്ക് ലഭിക്കപ്പെട്ട രക്ഷ. ആ ഭാഗത്തെ എബ്രായ ലേഖനത്തിൽ പറയുന്നത് ഇത്ര വലിയ രക്ഷ അതൊരു കണ്ണിന് തിരിച്ചറിയാൻ കഴിയത്തില്ലായിരുന്നു. കാരണം ഭൗതിക ലോകത്തിന് ചിന്തിക്കാൻ കഴിയത്തില്ല. സാക്ഷാത് ദൈവമായിരുന്നവൻ ഈ ഭൂമിയിൽ വന്ന് ഈ പരിമിതിയുള്ള ലോകത്തിലേക്ക് വന്ന് പരിമിതിയുള്ള വേഷവിധാനങ്ങൾക്കകത്ത് ഒതുങ്ങി വന്ന് രണ്ട് കൈക്കകത്തൊതുങ്ങുന്ന കീറ്റുശീലക്കകത്ത് തന്നെത്താൻ ഒതുങ്ങി അവിടുന്ന് വളർന്ന് എന്റെ പാപത്തെ മോഹിക്കുമെന്ന് വൈജ്ഞാനിക മത സാമൂഹിക സംഘടനകൾക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്നപ്പം അതിന്റെ നടുവിൽ ദൈവം ഒരുക്കിയ പദ്ധതിയെ ഒരു കണ്ണു കണ്ടിട്ടില്ല, ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയത്തില്ല, ഒരു മനുഷ്യൻ ആഗ്രഹിക്കാൻ കഴിയാത്ത അത്ര വലിയ രക്ഷ നമുക്ക് ഒരുക്കി തന്നെങ്കിൽ ഇന്ന് രാത്രി നന്ദി പറയാൻ ഒരു കാരണമുണ്ടെങ്കിൽ ഒട്ടും അർഹത തെല്ലുമില്ലാതിരുന്ന എന്നെയും നിങ്ങളെയും പാപത്തിന്റെ ആധിപത്യത്തിനകത്ത് നിന്ന് വിടുവിക്കാൻ യേശു ക്രിസ്തു മുഖാന്തരം ഒരുക്കിയ ആ മഹാരക്ഷയെ, ഇത്ര വലിയ രക്ഷയുടെ ആ മഹത്വത്തെ ഇന്ന് രാത്രി തിരിച്ചറിയുന്നെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് മഹത്വവും ആരാധനയും കൊടുത്തിട്ട് പറയണം, ഇത്ര വലിയ രക്ഷ ഒരുക്കി തന്നതാ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രിവിലേജ്. അതാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല. ഇനി ഒന്നുകൂടെ ഉണ്ട്, അത് ഫ്യൂച്ചറിസ്റ്റിക്കാ. ദൈവം തന്റെ ഭക്തന്മാർക്ക് ഒരുക്കിയിട്ടുള്ള അവിടുത്തെ തേജസ്സിനെ ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അപ്പോൾ ഇതാണ് ദൈവം ഒരുക്കിയത്. ഇതെങ്ങനെ നമുക്ക് മനസ്സിലായത്? താഴെ പറയുന്നുണ്ട്, ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. താഴെ പിന്നെയും അതിന്റെ 12ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നാം ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിനുള്ള ആത്മാവിനെ എത്ര പ്രാപിച്ചത്. എന്താ ദൈവം നമുക്ക് നൽകിയത്? ഇത്ര വലിയ രക്ഷയാണ് നമുക്ക് നൽകിയത്. ഇത് നമ്മൾ എങ്ങനെ അറിഞ്ഞത്? ആത്മാവിനല്ല അറിഞ്ഞത്. അറിയുക മാത്രമല്ല, ഇന്ന് ആ ദൈവത്തിന്റെ മനസ്സ് നമുക്ക് വെളിപ്പെടുത്തി നമ്മെ വഴി നടത്തുന്നതും ദൈവത്തിന്റെ ആത്മാവാ. അതുകൊണ്ട് ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. എന്റെ ആത്മാവ് തന്നെ നിങ്ങളെ ഉപദേശിച്ച് നടത്തും, എന്റെ അഭിഷേകം തന്നെ നിങ്ങളെ ഉപദേശിച്ച് നടത്തും എന്ന് പറഞ്ഞാൽ ഇന്ന് വഴിയറിയാതെ ഗതിയറിയാതെ ഒരു ദൈവ പൈതൽ ഓടേണ്ടി വരത്തില്ല. അതൊരു സമയത്ത് അവനെ ഉപദേശിച്ച് ദൈവഹിതം വെളിപ്പെടുത്തി നടത്തുന്ന ആത്മാവിനെ അവന്റെ ഹൃദയത്തിൽ പകർന്നിട്ടുണ്ട്. എന്തറിയണം? പിതാവിന്റെ ഹൃദയം അറിയണം. യേശു കർത്താവിന്റെ ക്രൂശിന്റെ തൊട്ടു മുമ്പിലുള്ളൊരു പ്രാർത്ഥനയുണ്ട്, ജോൺ 17. ആ പ്രാർത്ഥന തുടങ്ങുന്നൊരു പ്രകാരമാണ്, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. അവസാനത്തെ യേശുവിന്റെ പ്രാർത്ഥനകളിൽ ഒന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചേ, കർത്താവ് എന്താ പറഞ്ഞു തുടങ്ങിയത്? പിതാവേ, നാഴിക, നാഴിക വന്നിരിക്കുന്നു. ശരിക്കും ആ നാഴിക എന്താ? 2-ാം അധ്യായത്തിൽ താൻ പറഞ്ഞു, സ്ത്രീയെ, എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. ഒരിക്കലും അത് വെള്ളം വീഞ്ഞാക്കേണ്ട നാഴികയല്ല. കാരണം കർത്താവ് അവിടെ മാത്രമല്ല, പലയിടത്തും അത് പറഞ്ഞു. യേശുവിന്റെ ശിഷ്യന്മാർ പലപ്പോഴും അവന്റെ അടുക്കൽ വന്നിട്ട് പലതിനെ റിവീൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ യേശു അതിനെ തർജ്ജനം ചെയ്യുന്നുണ്ട്. മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുന്നത് വരെ നിങ്ങൾ ഇതാരോടും പറയരുത്. ഒത്തിരി കാര്യം തർജ്ജനം ചെയ്തിട്ടുണ്ട്. അവിടെ പിന്നെയും പറയുന്നുണ്ട്, അവന്റെ നാഴിക ഇതുവരെയും വരാത്തത് കൊണ്ട് അവർക്ക് അവനെ പിടിപ്പാൻ കഴിഞ്ഞില്ല. അവന്റെ നാഴിക ഇതുവരെ വരാത്തത് കൊണ്ട് അവൻ അവരുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയി. അവിടെയൊക്കെ പറഞ്ഞു നാഴിക വന്നില്ല. പക്ഷെ ഈ 17 പറയുന്നു നാഴിക വന്നു. അപ്പൊ എന്താ ഈ നാഴിക? മരിക്കാനുള്ള നാഴിക വന്നെന്നും എന്ന് പറഞ്ഞാൽ യേശു ആ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ ഒറ്റ കാര്യം റിയലൈസ് ചെയ്തു, തന്നെ പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ചതിന്റെ, അല്ലെങ്കിൽ താൻ ഈ ഭൂമിയിൽ വന്നതിന്റെ പിൻപിലെ ആത്യന്തിക പദ്ധതിക്കുള്ള നാഴിക വന്നു. എന്താ ഈ നാഴിക? റിയൽ ഡെത്ത്, മരണമാ. തന്റെ മുമ്പിലുള്ളത് മരണമാ. ലിറ്ററൽ ഡെത്ത് തന്നെ കാത്തിരിക്കുന്നു. നിങ്ങൾ ആ ഗെത്സമനെ മുതൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. മാനവകുലത്തിന്റെ മുഴുവൻ പാപമേറ്റെടുത്തുകൊണ്ട് അതികഠിന വേദനയെ നിലവിളിക്കുന്ന മണിക്കൂറാണ് ഗെത്സമനയുടെ മണിക്കൂർ. എന്നാൽ ഗബതയുടെ മണിക്കൂർ ഒരു മനുഷ്യൻ സഹിക്കാൻ പറ്റുന്ന വേദനയുടെ പരമകോടിയിൽ അവരെ എത്തി നിന്ന് ക്രൂരമായ വേദനകൾ തന്റെ ശരീരത്തിന് വഹിക്കുന്ന മണിക്കൂർ. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറു വിരൂപനായി തകർത്തെറിയപ്പെട്ട മണിക്കൂറാണ് ആ ഗബതയുടെ മണിക്കൂർ. ഇത് മുഴുവൻ സഹിച്ചിട്ട് പിന്നെ പോകേണ്ട ഒരു സ്ഥലമാണ് ഗോൽഗോത്ത എന്ന് പറയുന്നത്. പച്ച മരക്കുരിശും വഹിച്ചുകൊണ്ട് അവൻ രക്തത്തിന്റെ മണമുള്ള വഴിത്താരകളിലൂടെ, രക്തമൊഴുകിയ വഴികളിലൂടെ അവിടെ നമ്മൾ ഒന്ന് പുറകിന് സഞ്ചരിച്ചാൽ ആ വഴിത്താരകളിൽ മുഴുവൻ നമ്മോടുള്ള സ്നേഹത്തിന്റെ കനത്ത പ്രതീകമായി അവിടുന്ന് ആ രക്തമൊഴുകി അതുവഴി കാൽവറിയിലേക്കുന്നു. ഇത് മുഴുവൻ യേശുവിന്റെ മനസ്സിലൂടെ പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ നിന്നും ആ പ്രാർത്ഥന തുടങ്ങിയത് എപ്പോഴെന്ന് എന്തെന്നറിയുമോ? പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണം. അതിന്റെ റിയൽ
മീനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ താൻ പ്രാർത്ഥിച്ചത്, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുത്രനെ മഹത്വപ്പെടുത്തണം എന്ന് പറഞ്ഞ തൊട്ടു മുമ്പിലുള്ളത് ക്രൗൺ അല്ല, തൊട്ടു മുമ്പിലുള്ളത് ക്രോസാ. മുമ്പിൽ വരുന്നത് കിരീടമല്ല, മുമ്പിൽ വരുന്നത് ക്രൂശ. പക്ഷെ താൻ പറയുക, ക്രൂശ് വന്നാലും അതിനകത്ത് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുമെന്ന്. ദൈവഹിതത്തിന്റെ തിരിച്ചറിവ് അകത്തുള്ളൊരു ദൈവ പൈതന്റെ പ്രഖ്യാപനമാണത്. യേശു പറഞ്ഞതുപോലെ അവന് പറയാൻ കഴിയും, മുമ്പിൽ ചിലപ്പോൾ ക്രൂശായിരിക്കും, മുമ്പിൽ ചിലപ്പോൾ വെല്ലുവിളിയായിരിക്കും, മുമ്പിൽ ചിലപ്പോൾ സങ്കടത്തിന്റെ പരമ്പരയായിരിക്കും. പക്ഷെ അതിന്റെ നടുവിലും പറയും, ക്രൂശാണെങ്കിലും അതിന്റെ ചുവട്ടിൽ നിന്ന് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയാകും. യേശു പറഞ്ഞു, ക്രൂശിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് താൻ പിതാവിന് മഹത്വം കൊടുത്തു. എന്റെ പ്രിയരെ, നന്മ കിട്ടുമ്പോ സ്തോത്രം പറയാൻ എളുപ്പമാ, വീട് കിട്ടുമ്പോ സ്തോത്രം പറയാൻ എളുപ്പമാ, വാഹനം കിട്ടുമ്പോ സ്തോത്രം പറയാൻ എളുപ്പമാ, നന്മ കിട്ടുമ്പോ സ്തോത്രം പറയാൻ എളുപ്പമാ. പക്ഷെ ജീവിതത്തിനകത്ത് പ്രതിസന്ധിയുടെ പരമ്പരകൾ വരുമ്പോ മുമ്പിൽ നമ്മെ ക്രൂശ് നോക്കി നമ്മെ മാടി വിളിക്കുമ്പോ അതിന്റെ നടുവിൽ നിന്നും പറയണം, പിതാവേ, എന്റെ ജീവിതത്തിനകത്ത് ഈ ക്രൂശിന്റെ മുമ്പിൽ നിന്ന് ഞാൻ അങ്ങേക്ക് മഹത്വം തരികയാ. ക്രൂശ് വന്നാലും അതിന്റെ ചുവട്ടിൽ നിന്ന് ഓടിപ്പോകാൻ എനിക്ക് കഴിയത്തില്ല, ഞാൻ ആ ക്രൂശിന്റെ ചുവട്ടിൽ കാണും. അതുകൊണ്ട് ലിറ്ററലി മേരിയെ നോക്കിക്കേ, യേശുവിന്റെ ആക്ഷരിക മാതാവായ മേരിയ ക്രൂശിന്റെ ചുവട്ടിലുണ്ട്. അപ്പം മുറിച്ചു കൊടുത്തവർ പലരും അതിന്റെ ചുവട്ടിലില്ല. യേശുവിൽ സൗഖ്യം പ്രാപിച്ച പലരും അതിന്റെ ചുവട്ടിലില്ല. അത്ഭുതങ്ങൾ പ്രാപിച്ചവർ പലരും അതിന്റെ ചുവട്ടിലില്ല. പക്ഷേ അവൾ ആ ക്രൂശിന്റെ ചുവട്ടിലുണ്ട്. ഒന്ന് ചോദിക്കണം, എന്തുകൊണ്ട് നീ ഇതിന്റെ ചുവട്ടിൽ നിൽക്കുന്നു? പറയാൻ അല്പം പുറകിലേക്ക് പോകുന്ന ഒരു മറുപടിയുണ്ട്. 8 ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോകുമ്പം ഒരു പുരോഹിതൻ എന്നെ നോക്കി വിളിച്ചു പറഞ്ഞു, നിന്റെ പ്രാണനകത്തൂടെ വാളുകൾ കിടക്കും, പ്രാണനകത്തൂടെ വാള് കിടക്കും. അന്നത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പക്ഷെ ഞാൻ ഇവന് വേണ്ടി കൊടുത്തത് എന്റെ ജീവിതമായതുകൊണ്ട് എനിക്കറിയാം ഇവന്റെ മേലുള്ള പദ്ധതി ഇതാ. അതുകൊണ്ട് ഈ ക്രൂശിന്റെ ചുവട്ടി നിന്നാലും, ഈ ക്രൂശിന്റെ അനുഭവം വന്നാലും അതിന്റെ ചുവട്ടി ഞാൻ കാണും. ഇന്ന് രാത്രി പ്രാണന് തന്നെ വാളുപോലെ കിടക്കുന്ന അനുഭവങ്ങൾ പാഞ്ഞെടുത്തു വന്നാലും അതിന്റെ നടുവിൽ എത്രവർക്ക് പറയാൻ കഴിയും, ഇന്ന് രാത്രി ഞാൻ ക്രൂശിന്റെ ചുവട്ടിൽ കാണും. എന്റെ ജീവിതത്തിന് നേരെ, എന്റെ സാഹചര്യങ്ങൾക്ക് നേരെ ക്രൂശിന്റെ അനുഭവങ്ങൾ വന്നാലും, എന്തെല്ലാം സംഭവിച്ചാലും ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് എനിക്ക് പോകാൻ കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി അകത്ത് ബോധ്യമുണ്ടെങ്കിൽ എത്രവർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നുണ്ട്? എന്ത് സംഭവിച്ചാലും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിനകത്തു നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിനകത്തു നിന്ന് എന്നെ വേർപിരിക്കുന്നത് കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിനകത്തു നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി ബോധ്യമുണ്ടെങ്കിൽ അകന്നിറങ്ങ ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങട്ടെ. സാഹചര്യങ്ങളോ സമ്മർദ്ദങ്ങളോ ഇവിടെ വരുന്ന പ്രതിസന്ധികളോ യേശുവിന്റെ സ്നേഹത്തിന്റെ അധികത്തിനകത്തു നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന് ആന്തരിക ബോധ്യമുണ്ടെങ്കിൽ ധൈര്യത്തോടെ അല്പ നിമിഷങ്ങൾ കർത്താവിന് മഹത്വം കൊടുത്തിട്ട് പറ, ആ ദൈവഹിതത്തിനകത്തു ഞാനുണ്ട്. ഇന്ന് രാത്രി ഹൃദയത്തിനകത്ത് ആത്മാവിന്റെ ഉറപ്പ് സംഭവിക്കട്ടെ. കലങ്ങിക്കിടക്കുന്ന മനസ്സുകളിന്മേൽ, തകർന്നു കിടക്കുന്ന മനസ്സുകളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉറപ്പ് സംഭവിച്ച ദൈവഹിതത്തിന്റെ ഉറപ്പ്. ഹല്ലേലൂയ. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞ്, അടുത്തൊരു ഭാഗം കൂടെ, ഈ മനസ്സറിഞ്ഞാലുള്ള ഗുണം എന്താ? അവിടെ പറഞ്ഞത് കർത്താവിന്റെ മനസ്സറിഞ്ഞവനെ ഗ്രഹിപ്പിക്കാവുന്നവനായി. ഞാനൊരു ട്രാൻസ്ലേഷൻ അത് വായിച്ചത്, കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ സമ്മതിപ്പിക്കാവുന്നവനാണ്. ഇവിടെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളിൽ നിന്ന് ഒരു കാര്യം സമ്മതിച്ചെടുക്കാൻ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആ വ്യക്തിക്ക് മനസ്സിന് ഇഷ്ടമുള്ളത് അങ്ങ് ചെയ്യും. ആ വ്യക്തിയുടെ മനസ്സിന് ഇഷ്ടമുള്ളത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം പറയുന്ന കാര്യം നമ്മൾ സാധിപ്പിച്ചെന്ന് വരും. വീട്ടിലൊക്കെ ചെന്ന് കയറുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ 6 വയസ്സുകാരി ഓടി വരും. സാധാരണ ഓടി വരും കെട്ടിപ്പിടിക്കും. പക്ഷേ ചില ദിവസങ്ങളിൽ അതിന് ഒരു പ്രത്യേക രീതി കാണും. വരും, നേളെ തോളിൽ കയറും, മട്ടും കയറി പിടിക്കും. സാധാരണ ദിവസങ്ങളിൽ 2 ഉമ്മ തരുമെങ്കിൽ അതൊരു 10 ഉമ്മ തരും. അവസാനം കുറെ കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, എന്നാ മക്കളെ കാര്യം സാധിക്കേണ്ടത്? കാരണം അവിടെ നമുക്ക് മനസ്സിലാകും അത്. കാരണം അത് സ്നേഹിച്ച് നമ്മളെ അങ്ങ് കീഴ്പ്പെടുത്തി പറയുന്ന കാര്യം ചിലപ്പോൾ സാധിപ്പിച്ച് നമ്മൾ കൊടുക്കും. സ്നേഹം കൊണ്ട് കീഴടക്കുന്നുണ്ട്. നമ്മൾ പല മാർഗത്തിലൂടെ ഇവിടെ ഒരു മനുഷ്യൻ നിന്ന് കാര്യം സാധിപ്പിക്കാൻ ചെയ്യുമെങ്കിൽ ശരിക്കും കർത്താവിന്റെ മനസ്സ് നമ്മൾ അറിഞ്ഞാൽ സമ്മതിക്കാൻ മറ്റൊരു കുറുക്കു വഴിയും വേണ്ട. ദൈവത്തിന്റെ ഹിതത്തിനകത്ത് നാം ഉണ്ടേൽ നമുക്ക് വേണ്ടി ദൈവമുണ്ട്.
ദൈവത്തിന്റെ ഹിതത്തിനകത്ത് നാം ഉണ്ട്, ദൈവത്തിന്റെ പർപ്പസിനകത്ത് നാം ഉണ്ട്, ദൈവത്തിന്റെ ഉദ്ദേശത്തിനകത്ത് നമ്മളുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ദൈവമുണ്ട്. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ ഹിതത്തിനകത്ത് നമ്മളുണ്ട്, ദൈവത്തിന്റെ പർപ്പസിനകത്ത് നമ്മളുണ്ട്, ദൈവഹിതത്തിനകത്ത് നമ്മളുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ പ്രതികൂലമായാലും നമുക്ക് വേണ്ടി ദൈവമുണ്ട്, നമുക്ക് വേണ്ടി ദൈവമുണ്ട്. നമ്മൾ ദൈവത്തിന്റെ ഉദ്ദേശത്തിനകത്തുണ്ട്, നമുക്ക് വേണ്ടി ദൈവമുണ്ട്. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ സമ്മതിപ്പിക്കുന്നവനാണ് നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഈ ആത്മീകന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആത്മീകൻ പ്രത്യാശയുള്ളവനാണ്. ഈ ലോകത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനവും നട്ടെല്ലും പ്രത്യാശയാണ്. പ്രത്യാശ നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ നമ്മൾ ഭ്രാന്തന്മാരായി മാറും, ഭ്രാന്തികളായി മാറും. എന്ന ഈ ഭൂമിയിൽ നമ്മെ നിർത്തുന്ന അടിസ്ഥാനപ്പെടുന്ന ഒരു ഘടകമുണ്ടെങ്കിൽ പ്രത്യാശയാണ്. എന്താ നമ്മുടെ പ്രത്യാശ? ശരിക്കും ഇത്രയും മനോഹരമായ ഒരു ദൈവശാസ്ത്രം ലോകത്തിലെവിടെയും പറഞ്ഞിട്ടില്ല. കാരണം ബാക്കിയുള്ളത് രാജാവിനേക്കാൾ താഴെ നിൽക്കുന്ന പ്രജകളുടെ ചരിത്രമേ എവിടെയും പറഞ്ഞിട്ടുള്ളൂ. യോസഫിന് രാജാവ് അവന് മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോഴും ഒറ്റ കാര്യം പറഞ്ഞു, ഈ സിംഹാസനം ഒഴികെ അവിടെ ഒരു സിംഹാസനം അവിടെ ബാക്കി ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവനേക്കാൾ ഒരു പദവി താഴേക്ക് നിർത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ദൈവശാസ്ത്രത്തിന്റെ തനിതായി പറയാം, അവൻ നമുക്ക് വരുത്തുന്ന രൂപാന്തരത്തിനകത്ത് നാം തന്നെ പോലെയാവും. അവൻ തന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് ഒട്ടും കീഴാക്കിയല്ല സൃഷ്ടിച്ചതും തേജസ്സോടുകൂടെയാ. സൃഷ്ടിക്ക് തകർന്നു പോയ മനുഷ്യനെ വീണ്ടെടുക്കാൻ അവൻ നമ്മെ പോലെയായി. ഇനിയും തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തുമെങ്കിൽ നമ്മുടെ ഇന്നിന്റെ കുറവുകൾ മുഴുവൻ പരിഹരിക്കപ്പെടുന്നത് ആ തേജസ്സിന്റെ ദിനത്തില്. അതുകൊണ്ട് പൗലോസ് വിളിച്ചു പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുക. മുടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഗനം അത് ലഭിക്കാൻ ഹേതുവാകുന്നെങ്കിൽ അകത്ത് പ്രത്യാശ ജ്വലിക്കട്ടെ. ആറുകാരും ഇന്ന് രാത്രി മറക്കരുത്, ഒരാത്മികൻ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ, ഒരാത്മികൻ ആത്മാവിൽ വളരുന്നവൻ, ക്രിസ്തുവിൽ വളരുന്നവൻ, ഒരാത്മികൻ ദൈവശബ്ദം കേൾക്കുന്നവൻ, ഒരാത്മികൻ തിരിച്ചറിയുന്നവൻ, വിവേചിക്കുന്നവൻ, ഒരാത്മികൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവൻ, ഒരാത്മികൻ പ്രത്യാശയുള്ളവൻ. ഇന്ന് രാത്രി കണ്ണുകൾ നമ്മളിലേക്ക് നോക്കിയിട്ട് പറ, ഞാൻ ഒരാത്മികനാണോ? അല്ലെങ്കിൽ ഇന്ന് രാത്രി ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളുടെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാൻ തയ്യാറുണ്ടോ? കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ ജനത്തോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. അങ്ങ് തരുന്ന നിയോഗത്താൽ ഈ ജനത്തെ അനുഗ്രഹിക്കും